വെൽക്കം ടു ഐസാപ്പ്. PSCയുടെ ഇഷ്ട ചോദ്യങ്ങളിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത ടോപ്പിക്ക് റാങ്കിങ്ങിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. ചോദ്യത്തിലോട്ട് പോവാം. 70 പേരുള്ള ഒരു വരിയിൽ രമ മുന്നിൽ നിന്ന് 43-ാമതും സുമ പിന്നിൽ നിന്ന് 37-ാമതും ആണ് എന്നാണ് പറയുന്നത്. എങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ചോദ്യം. ഓക്കെ, ഈ വരി നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. അവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം വന്നുള്ളത് കേട്ടോ. അപ്പോൾ അവർക്കിടയിൽ എത്ര പേരുണ്ട് എന്ന് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70 പേരാണ് ഒരു വരിയിലുള്ളത്. കണ്ടല്ലോ, 70 പേരാണ് ഈ വരിയിലുള്ളത്. പക്ഷേ രമ എന്ന് പറയുന്ന ആൾ മുന്നിൽ നിന്ന് 43-ാമതും സുമ എന്ന് പറയുന്ന ആൾ പിന്നിൽ നിന്ന് 37-ാമതാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഇവിടുന്ന് അങ്ങോട്ട് 43 ആളും അവിടെ നിന്ന് ഇങ്ങോട്ട് 36-ാമത്തെ ആളും എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 37, 43 കൂട്ടുന്ന സമയത്ത് 70ഉം 80 ആൾക്കാരായി എന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, പക്ഷേ ഈ വരിയിൽ 80 ആൾക്കാരില്ലല്ലോ. എത്ര ആൾക്കാരുള്ളൂ? 70 ആൾക്കാരുള്ളൂ. അതിനർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ അർത്ഥം എന്നറിയോ? ഇതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 43-ാമത് അവിടുന്ന് 37-ാമത്. ഓക്കെ, അപ്പോൾ ഇവർ ഈ വരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി കിടക്കായിരിക്കും. എന്താ മനസ്സിലായ കാര്യം? ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും ഇടയിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നോർമൽ മെത്തേഡ് നിങ്ങളോട് ചിന്തിക്കേണ്ട, വിട്ടേക്കുക. നമുക്കൊരു ഷോർട്ട് കട്ട് ഫോളോ ചെയ്യാം. ഷോർട്ട് കട്ട് എത്രയേ ഉള്ളൂ? ഈ പറയുന്ന ടോട്ടൽ നമ്പർ 70 ആണ്. പക്ഷേ ഇവിടെ സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? 80 വരുന്നുണ്ട്. അപ്പോൾ ഇത് വരച്ച് കണ്ടുപിടിക്കുന്നതിന് നല്ലതാണ് ഷോർട്ട് കട്ട് ഫോളോ ചെയ്യുന്നത്. ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഈ ചോദ്യത്തിൽ പറയുന്ന സ്ഥാനങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഓക്കെ, സ്ഥാനങ്ങളുടെ തുക. അപ്പോൾ 80 എന്ന് കിട്ടും. ഈ 80 എന്ന് കിട്ടുന്ന സമയത്ത് ഓപ്ഷനിൽ ഉറപ്പായിട്ടും 80ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം 10 ഓപ്ഷനിൽ കാണാൻ സാധിക്കും. തെറ്റാണ്, ഫോളോ ചെയ്യരുത്. കാരണം ഇവിടുന്ന് 43, അവിടുന്ന് 37 അങ്ങോട്ടും ഇവിടെ മിക്സാക്കി കിടക്കുന്നതുകൊണ്ട് വീണ്ടും അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ചെയ്യേണ്ട സ്റ്റെപ്പ്, ഈ സ്ഥാനങ്ങളുടെ തുക നിങ്ങൾ കണ്ടുപിടിക്കുക 80. ഈ സ്ഥാനങ്ങളുടെ തുകയിൽ നിന്ന് ആകെ ആൾക്കാർ എത്രയുണ്ടോ അതങ്ങോട്ട് മൈനസ് ചെയ്യുക. ബുദ്ധിമുട്ടൊന്നും ചെയ്യല്ലോ. അപ്പോൾ 80-ൽ നിന്ന് 70 കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കിട്ടുന്ന നമ്പറിൽ നിന്ന് വീണ്ടും നിങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ ഭാഗം ഒരു 2 കൂടി എക്സ്ട്രാ നിങ്ങൾ അങ്ങോട്ട് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. 2 കൂടി എക്സ്ട്രാ കുറയ്ക്കുക. ഏതാ 2 ആൾക്കാർ? ഇവിടുന്ന് ഒരാൾ, അവിടുന്ന് ഒരാൾ. ഈ 2 പേര് അങ്ങോട്ടും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ് 2 പേര് കേട്ടോ. അപ്പോൾ 80 നിന്ന് 70 പോയി കഴിഞ്ഞാൽ ബാക്കി 10, 10 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 8. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെയാണ് മെത്തേഡ്? അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിലെ സ്ഥിരം ചോദ്യം ഇപ്പോൾ പഠിക്കണം. ഇനി അത് മിസ്സാക്കുന്ന പരിപാടിയില്ല എന്ന് ഓർമ്മയിലേക്കുക. പക്ഷേ ഇത് എവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത് ആകെയുള്ള നമ്പറിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയിൽ വയ്ക്കുക. ശരി, സെയിം മോഡൽ ക്വസ്റ്റ്യൻ നോക്കൂ. 20 പേരുള്ള ഒരു വരിയുണ്ട്. എക്സ് എന്ന് പറയുന്ന ആൾ ഇടത്ത് നിന്ന് 14, വൈ എന്ന് പറയുന്ന ആൾ വലത്ത് നിന്ന് 11-ാമത്. അപ്പോൾ ആലോചിക്കേണ്ട ആദ്യത്തെ പോയിന്റ്, 11ഉം 11 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം എത്രയായി? 25 പക്ഷേ അവരെടുത്ത് പറയുന്നത് വരിയിൽ എത്ര പേരുള്ളൂ? 20 പേരേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്ഥാനങ്ങളുടെ തുക ആകെയുള്ള നമ്പറിനേക്കാൾ കൂടുതൽ വന്നാൽ എന്താ ചെയ്യുക? സ്ഥാനങ്ങളുടെ തുക ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ 25 എന്ന് കിട്ടും. അതിൽ നിന്ന് ആകെയുള്ള നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, 25 20 പോയി കഴിഞ്ഞാൽ ബാക്കി 5. അതിൽ നിന്ന് നിങ്ങളുടെ വക ഒരു എക്സ്ട്രാ എത്ര കുറയ്ക്കണം എന്നാണ് പറയുന്നത്? ഒരു 2 കുറയ്ക്കണം. അത് ഫിക്സഡ് നമ്പറാണ്. എല്ലാ ചോദ്യത്തിനും അങ്ങനെ ഉണ്ടായിരിക്കും. ശരി, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യനിൽ? സ്ഥാനങ്ങളുടെ തുക ഇതിനേക്കാൾ കൂടുന്ന ക്വസ്റ്റ്യനിൽ കേട്ടോ. ശരി, അപ്പോൾ 25 നിന്ന് 20 പോയി കഴിഞ്ഞാൽ ബാക്കി 5. 5 - 2 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം വിത്തിൻ സെക്കൻഡ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ് ആൻസർ? 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം റാങ്കിങ് എന്ന ഭാഗത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഒരു ചോദ്യം കൂടി നിങ്ങളൊന്ന് ചെയ്തിട്ട് ആ പറയുന്ന മോഡൽ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് പതിച്ച് വയ്ക്കുക. ശരി, ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വിടുക. വീണ്ടും അടുത്ത മോഡലിന് വേണ്ടി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.